രാഷ്ട്രീയാന്തരീക്ഷം CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം MP ശശി തരൂർ നടത്തിയ കൃത്യമായ പ്രതികരണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. LDFും NDAയും തമ്മിലുള്ള അവിശുദ്ധ ധാരണകളെയും അതിനു പിന്നിലെ ഗൂഢാലോചനകളെയും അക്കമിട്ട് നിരത്തിയാണ് തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. BJPക്ക് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനേക്കാൾ താല്പര്യം CPM ഭരണം തുടരുന്നതിനാണ് എന്നതാണ് തരൂർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തുകൊണ്ടാണ് BJP ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്? കോൺഗ്രസ് ആണ് BJPയുടെ ദേശീയ തലത്തിലെ പ്രധാന ശത്രു എന്നത് തന്നെ കാരണം. കേരളത്തിൽ നിലവിൽ 0 സീറ്റുള്ള BJPക്ക് ഇവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നതിലുപരി മറ്റൊന്നും ചെയ്യാനില്ല. കോൺഗ്രസ് വരാതിരിക്കാൻ അവർ CPMനെ സഹായിക്കുന്നു. പകരം CPM ഭരണത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്നതാണ് ഈ ഡീൽ രാഷ്ട്രീയത്തിന്റെ കാതൽ. ഇതിലൂടെ ഇരു പാർട്ടികളുടെയും ലക്ഷ്യം കോൺഗ്രസിനെ ഏതു വിധേയനെയും തടയുക എന്നത് മാത്രമാണെന്ന് തരൂർ തുറന്നടിച്ചു. മറ്റുള്ളവർ എന്ത് ഡീൽ വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ ഞങ്ങളുടെ ഡീൽ ജനങ്ങളുടെ ഒപ്പമാണ് എന്ന തരൂരിന്റെ പ്രഖ്യാപനം വോട്ടർമാർക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. മറ്റുള്ളവർ അധികാരത്തിന് വേണ്ടിയും സീറ്റിന് വേണ്ടിയും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസ് ജനപക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ നാടിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള വ്യക്തമായ സങ്കല്പവും അനുഭവ പരിചയവും അറിവും കോൺഗ്രസിനുണ്ട്. ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിങ്ങളെ ജയിപ്പിക്കാനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വോട്ടർമാരോടുള്ള കോൺഗ്രസിന്റെ വിശ്വാസ്യതയെയാണ് അടിവരയിടുന്നത്. ഇടതുപക്ഷവും BJPയും ഒരേ നാണയത്തിൽ 2 വശങ്ങളായി മാറിയിരിക്കുന്നു എന്നാണ് തരൂരിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നിയമസഭയിൽ BJPക്ക് വോട്ട് കിട്ടുന്നതും അവർ CPMനെ സഹായിക്കുന്നതും കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വോട്ട് കച്ചവടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലപ്പോകില്ല എന്ന് തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് കോൺഗ്രസ് എന്നും ഭരണം എന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒന്നാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധികാരത്തിനായുള്ള ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളെ തള്ളിക്കളയുന്നതും ജനപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് ശശി തരൂരിന്റെ ഈ വാക്കുകൾ. അദ്ദേഹത്തിന്റെ ആ പ്രതികരണ വീഡിയോ കണ്ടുനോക്കാം. രണ്ടാളുടെയും ഉദ്ദേശം കോൺഗ്രസ് തോൽപ്പിക്കാൻ, CPMന് തുടരാനും BJPക്ക് കോൺഗ്രസ് വരണ്ട, CPM വന്നാൽ മതി എന്നൊരു വിശ്വാസം പലർക്കുണ്ട്. അവർക്കറിയാം അവർക്ക് ആകെ 0 സീറ്റാണ് നമ്മുടെ നിയമസഭയിൽ. അവർക്ക് എന്താ ചെയ്യേണ്ടത്? അവർ എന്ത് ഡീല് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ഞങ്ങളുടെ ഡീല് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് സങ്കല്പമുണ്ട്, ഞങ്ങൾക്ക് അനുഭവവും അറിവുമുണ്ട്, കഴിവുണ്ട്. നമ്മൾ ഈ നാടിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഡീൽ എന്താണ്? ഞങ്ങളെ ജയിപ്പിക്കുക, നിങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിൽക്കാൻ പോകുന്നത്. അതാണ് ഞങ്ങളുടെ ഡീൽ.